ബേപ്പൂർ ബീച്ചാട്ടോ. എന്താ ഈ റോഡ് ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്നത് ചിന്തിക്കേണ്ട ഗൈസ്. നമ്മളെത്തിയ സമയം നട്ടുച്ചയായിരുന്നു, അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യക്കുഞ്ഞ് അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ ഇവരൊക്കെ നമ്മളെല്ലാവരും ഒരുമിച്ച് വന്നവരാണ്. ഇവരെൻ്റെ ഫാമിലി ആണോ എന്നുള്ള ചോദ്യത്തിൻ്റെ ആൻസർ എന്താണെന്ന് വെച്ചാൽ അറ്റ് ദ ബിഗിനിങ് ഇവരെൻ്റെ ഫാമിലി ആയിരുന്നില്ല. പക്ഷെ അറ്റ് ദ എൻഡ് നമ്മൾ തമ്മിലൊരു ഫാമിലി വർക്കൗട്ട് ആവുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതിൽ കോമഡി പറയുന്നവരുണ്ട്, നന്നായിട്ട് പാട്ട് പാടുന്നവരുണ്ട്, ഡാൻസ് കളിക്കുന്നവരുണ്ട്. എനിത്തിങ് ഈ ട്രിപ്പ് അടിപൊളിയായിരുന്നു ഇവരെ കൂടെ ഉണ്ടായിരുന്നത്. നമ്മൾ നേരത്തെ തന്നെ ബോട്ടിലേക്ക് കയറി. കാരണം ഉച്ച സമയമായതുകൊണ്ട് വേറെ എവിടെയും സ്പെൻഡ് ചെയ്യാൻ നമുക്ക് വേറൊരു ചോയ്സ് ഇല്ലാത്തതുകൊണ്ട് നമ്മളൊന്നും ചിന്തിച്ചില്ല, നേരെ അടിച്ച് കയറി ബോട്ടിലേക്ക്. എല്ലാവരും കൂടെ കയറി. വെയിലിൻ്റെ ചൂടും വെള്ളത്തിൻ്റെ തണുപ്പും എന്നെ അവിടെ നിർത്താൻ വല്ലാണ്ട് പ്രേരിപ്പിച്ചു. പിന്നെ കുറേ കാല് പിടിച്ചപ്പം എനിക്ക് എടുത്തു തന്ന വീഡിയോസാണ് ഇതൊക്കെ. എനിക്ക് കുറച്ച് എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയ സംഭവം കേട്ടോ. ഇത് കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിന് വന്നതാണെന്നാണ് അവർ പറഞ്ഞത്. എനിക്കിത് കണ്ടപ്പോൾ നരൻ ഫിലിമാണ് ഓർമ്മ വന്നത് കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു അവരെ വീഡിയോ ഒന്നും മെനയില്ല, അപ്പം ഞാൻ കുറച്ച് എടുക്കട്ടെ എന്ന്. ഇപ്പോൾ ഇത് കാണുമ്പോൾ ഒരു നിരാശ കാമുകി ലുക്കില്ലേ എന്ന് തോന്നിപ്പോവുക ഗൈസ്.